ഹലോ ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പൈത്തണുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയും അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പൈത്തൺ പ്രോഗ്രാം നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഞാനിവിടെ താഴെ ഒരു പ്രോഗ്രാം കാണിക്കാം, പ്രിൻറ്റ് ഹലോ വേൾഡ്. ഈ കാണുന്ന സംഗതി വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതറിയാൻ വേണ്ട ആകെ പരിജ്ഞാനം എന്നുള്ളത് ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഇംഗ്ലീഷ് നോളജ് മാത്രമാണ്. പ്രിൻറ്റ് ഹലോ വേൾഡ്. ഹലോ വേൾഡ് എന്ന വാക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാമാണ് നിങ്ങൾ ഈ കാണുന്ന സംഗതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പൈത്തൺ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. പക്ഷേ ഈ ഒരു പ്രോഗ്രാം നമ്മൾ എവിടെ ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ടൂളുകളുണ്ട്. അതിനാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റുകൾ എന്ന് വിളിക്കുക. ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇംഗ്ലീഷ് ഒരു പാരഗ്രാഫ് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? മൈക്രോസോഫ്റ്റ് വേർഡോ നോട്ട് പാഡോ വേർഡ് പാഡോ തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കില്ലേ? ഇതുപോലെ പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ടൂളുകളുണ്ട്. അതിനെ നമ്മൾ ടെക്നിക്കലി ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റുകൾ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ IDEs എന്ന് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വിളിക്കാം. ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ പൈത്തൺ പോലുള്ള പ്രോഗ്രാമുകൾ റൺ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകളെ വിളിക്കുന്ന പൊതുവായ പേര് എന്നുള്ളത്. ഇങ്ങനത്തെ ഒരുപാട് ഐഡിയകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ വേർഡ് അല്ലെങ്കിൽ നോട്ട് പാഡ് വേർഡ് പാഡ് എന്നൊക്കെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്നത് പോലെ പൈത്തൺ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക്, ഗൂഗിൾ കോളാബ്, മൈക്രോസോഫ്റ്റ് VS കോഡ്, പൈച്ചാം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് IDEs ഉണ്ട്. എങ്ങനെ ഈ ഐഡിയകൾ ഉപയോഗിക്കണം എന്നുള്ളതും പ്രിൻറ്റ് ഹലോ വേൾഡ് എന്നുള്ള പ്രോഗ്രാം എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.